ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദിന് ലഷ്കർ-ഇ-ത്വയ്ബ ബന്ധം. ഡയറിയും ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധിച്ചതിൽ നിന്നുമാണ് വിവരങ്ങൾ ലഭിച്ചത്. മാഡം സർജൻ എന്ന് വിളിച്ചിരുന്ന ഷഹീൻ സയ്യിദാണ് ഭീകരരെ നിയന്ത്രിച്ചിരുന്നത്. ഡിസംബർ 6-ന് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയായിരുന്നു ഭീകരർ ആസൂത്രണം ചെയ്തതെന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിൽ എൻഐയുടെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത്. കേസിൽ അറസ്റ്റിലായ ഉത്തർപ്രദേശ് സ്വദേശി വനിതാ ഡോക്ടർ മാഡം സർജൻ എന്ന് വിളിച്ചിരുന്ന ഷഹീൻ സയ്യിദിന് ലഷ്കർ-ഇ-ത്വയ്ബയുമായും ബന്ധമുണ്ടായിരുന്നു. ഡയറിയും ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വനിതാ ഡോക്ടർക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ഭീകര സംഘം ഭാരതത്തിൽ രൂപീകരിക്കാനുള്ള നീക്കവും ഇവർ നടത്തിയിരുന്നു. അന്താരാഷ്ട്ര ഭീകര സംഘടനകളും പാകിസ്ഥാൻ ചാരസംഘടന ISIയും ചേർന്നുകൊണ്ട് ഡിസംബർ 6-ന് ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ആസൂത്രണം ചെയ്തത്. ഓപ്പറേഷൻ D6 എന്ന് പേര് നൽകിയ മിഷൻ തകർത്തുകൊണ്ടാണ് സുരക്ഷാ ഏജൻസികൾ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് ഭീകരരെ അറസ്റ്റ് ചെയ്തത്. തുർക്കിയിൽ നിന്ന് അബു കാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തുന്ന NIA കൂടുതൽ അറസ്റ്റിലേക്ക് കടന്നേക്കും. കേസിലെ പ്രധാന പ്രതി ഉമർ നബിയുടെ സഹായി അമീർ റാഷിദിനെ ഇന്നലെ പിടികൂടിയിരുന്നു. അതേസമയം റൈസിൻ വിഷം ഉപയോഗിച്ച് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയിൽ അറസ്റ്റിലായ പ്രതി സുഹൈൽ ഖാന് IS ബന്ധം സ്ഥിരീകരിച്ചു. ഗുജറാത്ത് ATSഉം ഉത്തർപ്രദേശ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും IS പതാക കണ്ടെടുത്തു. പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിനായി സുഹൈൽ കശ്മീർ സന്ദർശിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി.